എത്ര പറഞ്ഞാലും മനസ്സിലാകാത്ത ഒരാളോട് ഒരുപാടൊന്നും പറയാൻ നിൽക്കരുത്. പലതും അവർക്ക് മനസ്സിലാകാത്തത് കൊണ്ടല്ല, സ്വന്തം കാര്യങ്ങൾക്ക് മാത്രം പ്രാധാന്യം കൊടുക്കുന്നത് കൊണ്ടാണ്. എന്തു പറ്റി, എങ്ങനെയുണ്ട് എന്നുള്ള ചോദ്യങ്ങളൊന്നും അവരിൽ നിന്ന് പ്രതീക്ഷിക്കരുത്. അതൊക്കെ നമ്മളെ സംബന്ധിച്ച ചോദ്യങ്ങൾ മാത്രമാണ്. സ്വാർത്ഥതയുള്ള മനുഷ്യർ സ്വന്തം കാര്യങ്ങൾക്ക് മാത്രമാണ് പ്രാധാന്യം കൽപ്പിക്കുന്നത്. അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം നമ്മളെ സമീപിക്കും. അല്ലാതെ അവിടെ നിങ്ങളുടെ താല്പര്യങ്ങൾക്കോ സങ്കടങ്ങൾക്കോ അതിലുപരി നിങ്ങളെന്ന വ്യക്തിക്കോ യാതൊരു പ്രാധാന്യവും ഉണ്ടാകില്ല. വീണ്ടു വിചാരവും കുറ്റബോധവുമില്ലാത്തവരുമായി സംസാരത്തിനോ വാക്കുതർക്കത്തിനോ നിൽക്കരുത്. താൻ ശരിയാണെന്ന് വരുത്തുവാൻ ഏതറ്റം വരെ പോകുവാനും അതിനായി എത്ര വേദനിപ്പിക്കുന്ന വാക്കുകൾ പറയുവാനും അവർ ഒരുക്കമായിരിക്കും. നിന്റെ അസാന്നിധ്യം എന്നിൽ മുറിവേറ്റുന്നുണ്ട്. നീ എന്ന് മാത്രം ഉരുവിട്ട് ഞാൻ ഉരുകിത്തീരുന്നുണ്ട്. പരിഭവം കൊണ്ട് ഞാൻ ഇടയ്ക്ക് നിന്റെ പടികടന്നെത്തുന്നത് എൻ്റെ നഷ്ടങ്ങളുടെ പട്ടികയിലേക്ക് നിന്നെ ചേർക്കാനാവാത്തതിലെന്ന് നീ അറിഞ്ഞില്ലെങ്കിൽ പിന്നെ ആരറിയാനാണ്? അപരിചിതനായ ഒരു മനുഷ്യനോട് പരിചയം സ്ഥാപിക്കുക. സ്നേഹത്താൽ അയാളുടെ മനസ്സിനെ കീഴ്പ്പെടുത്തുക. ആത്മാവിനരികിൽ ഇടം പിടിക്കുക. സ്വന്തമെന്ന് വിശ്വസിപ്പിക്കുക. ഒടുവിൽ അയാളുടെ ഉറക്കിലും നിങ്ങൾ ഉണർന്നിരിക്കുന്നു എന്നുറപ്പായാൽ പതിയെ പിന്മാറുക. അയാളെ ഇരുട്ടിലാക്കി പിന്നോട്ട് നടക്കുക. ഒഴിവാക്കും തോറും അയാൾക്ക് സംശയം തോന്നാത്ത വിധം പറയാൻ പുതിയ കാരണങ്ങൾ കണ്ടെത്തുക. നോക്കൂ, എത്ര മനോഹരമായിട്ടാണ് നിങ്ങൾക്കൊരാളെ മുറിവേൽപ്പിക്കാതെ കൊല്ലാൻ സാധിച്ചത്. ചില നേരങ്ങളിൽ ഓർമ്മകളിൽ പോലും അന്യരായി പോകും. അത്രമേൽ പ്രിയപ്പെട്ടവരായിരുന്നിട്ടും ചെറിയ അകലമിട്ട് പതിയെ പതിയെ മറന്നു പോകും. കാലം നമുക്കൊക്കെ സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും കുറച്ച് സമയം തരും. അതിന് പോലും ഇടവേള തീർത്ത് നമ്മളും പരസ്പരം ക്ഷമിക്കാനും ചിലപ്പോഴൊക്കെ മൗനം പാലിക്കാനും കഴിയുന്ന മനുഷ്യർക്കിടയിലാണ് നല്ല ബന്ധങ്ങൾ നിലനിൽക്കുന്നത്. മറ്റുള്ളവരുടെ വികാരങ്ങൾ മാനിക്കാതെ സ്വന്തം ഇഷ്ടം മാത്രം നോക്കുന്നവർക്ക് അവർ ചെയ്യുന്നതെല്ലാം ശരികളായിരിക്കും. ശരിക്കും അവർ സ്നേഹിക്കുന്നത് അവരെ തന്നെയാണ്, മറ്റാരെയുമല്ല. ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കുന്നവർക്ക് അവരുടെ ഇഷ്ടങ്ങളെക്കാളേറെ ആ ബന്ധങ്ങൾ നിലനിർത്തുന്നതിനാണ് അവർ വില കൽപ്പിക്കുന്നത്. അതാണ് അവരുടെ ഏറ്റവും വലിയ ശരിയും. നിന്നെ തനിച്ചാക്കി പോയവരെ ഓർത്ത് നീ എന്തിനു ദുഃഖിക്കണം? മനസ്സറിഞ്ഞു കൂടെ നിന്നിട്ടും നിന്റെ മനസ്സ് കാണാതെ പോയവരെ ഓർത്ത് നീ എന്തിനു നീറി ജീവിക്കണം? കണ്ണ് തുറന്ന് നിന്റെ ചുറ്റിനും ഒന്ന് നോക്കുക. നിന്റെ കൈകോർത്ത് പിടിച്ച് നടക്കാൻ കാത്തു നിൽക്കുന്നവരുണ്ടാകും. പിറകിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുക. നിന്റെ പിൻവിളിക്കായി കാതോർത്ത് നിൽക്കുന്നവരുണ്ടാകും. മുന്നിൽ അങ്ങ് ദൂരേക്കൊന്ന് നോക്കുക. നിന്റെ വരവിനായി നോക്കി നിൽക്കുന്നവരുണ്ടാകും. നെഞ്ചോട് ചേർത്ത് പിടിക്കുക. നീയും നിന്റെ സന്തോഷങ്ങളും പുഞ്ചിരികളും സങ്കടങ്ങളും കണ്ണീരും പരിഭവങ്ങളും പിണക്കങ്ങളും ഓർമ്മകളും മറവികളും എല്ലാം എല്ലാം നിന്റെ ആത്മാവിൽ നിന്ന് ഉടലെടുക്കുന്നവയാണ്. അതിൻ്റെ വിത്ത് നിന്നിലേക്ക് പാകുന്നത് ആരുമാവട്ടെ, അവ തഴച്ചു വളരേണ്ടവയാണോ കരിഞ്ഞു പോകേണ്ടവയാണോ എന്ന് തീരുമാനിക്കേണ്ടതും നിയന്ത്രിക്കേണ്ടതും നീയാവണം, നീ മാത്രം.